Degree third semester BA Sociology Module 1 Part 6 Social Stratification is Social Structure and Social Stratification. നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ സോഷ്യൽ സ്ട്രക്ചറും സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനെ കുറിച്ചാണ് സംസാരിച്ചത്. എന്താണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ പ്രാധാന്യം, അതെങ്ങനെ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ നമ്മൾ പറഞ്ഞത്. ഇനി സമൂഹത്തിലുണ്ടായിരുന്ന സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനുകളുള്ള സോഷ്യോളജിക്കൽ സ്കോളേഴ്സ് ഏത് രൂപത്തിലൊക്കെയാണ് കണ്ടിരുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ വിവിധ ഡെഫിനിഷനുകളൊക്കെ പറഞ്ഞു. എന്തൊക്കെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, വിവിധ ആളുകൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ളതിന് വിവിധ ആളുകൾ കാണുന്ന ഡെഫിനിഷനുകൾ, നിർവചനങ്ങൾ, മാനദണ്ഡങ്ങൾ ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ സോഷ്യോളജിക്കൽ സ്കോളേഴ്സ് ഇതിനെ സമീപിച്ചിട്ടുള്ള സമീപനങ്ങൾ, പെർസ്പെക്റ്റീവുകളെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഏതായാലും അതിലേക്ക് കിടക്കാം. പെർസ്പെക്റ്റീവ്സ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ്റെ പെർസ്പെക്റ്റീവുകൾ എന്തെല്ലാമായിരുന്നു എന്ന് നോക്കാം. മൊത്തത്തിൽ നമുക്കറിയാം, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഇസ് ജനറലൈസ്ഡ് ആസ്പെക്ട് ഓഫ് സൊസൈറ്റി ആൻഡ് സ്റ്റഡി ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ ഹാസ് ബിക്കം ആൻ ഇൻഎവിറ്റബിൾ പാർട്ട് ഓഫ് ലാർജർ തിയററ്റിക്കൽ കൺസ്ട്രക്ഷൻ സോഷ്യോളജി. നമ്മൾ തൊട്ട് മുമ്പുള്ള വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ളത് സോഷ്യോളജിയിൽ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ്. അത് എല്ലാ സൊസൈറ്റിയിലെ ഉടനീളം കാണുന്ന ഒരു ആസ്പെക്റ്റ് ആയതുകൊണ്ട് തന്നെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനെ കുറിച്ച് പഠിക്കൽ പ്രധാനമാണ്. അപ്പോൾ ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഏത് രൂപത്തിൽ എങ്ങനെ പഠിച്ചെടുക്കണം എന്നുള്ളതിന് നമ്മൾ കുറിച്ച് നോക്കുമ്പോൾ ഒരുപാട് അപ്രോച്ചുകളുണ്ട്. പ്രധാനമായും 3 അപ്രോച്ചുകളെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. The main approaches study of social stratification are functional, Marxian and Weberian perspective. ഈ 3 പെർസ്പെക്റ്റീവുകളാണ് പ്രധാനമായും ഈ സ്ട്രാറ്റിഫിക്കേഷൻ വേണ്ടി പഠിക്കുന്നതിന് വേണ്ടി സോഷ്യോളജിക്കൽ സ്കോളേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള 3 മെത്തേഡുകൾ, 3 പെർസ്പെക്റ്റീവുകൾ. ഈ 3 പെർസ്പെക്റ്റീവുകൾക്കും ഡിഫറെൻറ്റ് വ്യൂ പോയിൻറ്റ്സ് ഉണ്ട് അബൌട്ട് ദ സ്ട്രക്ചർ ആൻഡ് പ്രോസസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. സമൂഹത്തിൽ നിലനിൽക്കുന്ന സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനുകൾ എങ്ങനെയാണ് എന്നുള്ളതിലും അത് ഏത് രൂപത്തിലാണ് നിലനിൽക്കുന്നത് എന്നും എങ്ങനെയാണ് ഉണ്ടായത് എന്നും എങ്ങനെ അത് ഇല്ലാതാക്കാൻ സാധിക്കുമെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഈ 3 പെർസ്പെക്റ്റീവുകൾക്കും 3 ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ആണുള്ളത്, വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത്. ഏതായാലും നമുക്കതൊക്കെ അനലൈസ് ചെയ്യാം. ആദ്യമായി നമുക്ക് പറയാനുള്ളത് ഫങ്ഷണൽ പെർസ്പെക്റ്റീവ്സ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷനാണ്. അഥവാ ഫങ്ഷണൽ പോയിൻ്റ് ഓഫ് വ്യൂവിനെ നമുക്ക് പരിശോധിക്കുമ്പോൾ അവരുടെ അഭിപ്രായം ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് എന്നുള്ളത് ആദ്യം അവർ പറയുന്നത് നോ സൊസൈറ്റി ഈസ് ക്ലാസ്ലെസ് ഓർ അൺസ്ട്രാറ്റിഫൈഡ്. ലോകത്തിൽ ഒരു സമൂഹവും ഒരു ക്ലാസ്ലെസ് സൊസൈറ്റി ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഫങ്ഷണൽ പെർസ്പെക്റ്റീവ്. അതേപോലെ അൺസ്ട്രാറ്റിഫൈഡ് വിവിധ ഈ ലെയറുകളിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ ചില ആളുകൾ മുകളിലും മറ്റു ചില ആളുകൾ താഴെ എന്നുള്ള ഈ കോൺസെപ്റ്റ്, ഈ സ്ട്രാറ്റിഫിക്കേഷൻ ഇല്ലാത്ത ഒരു സമൂഹവും ഒരു സൊസൈറ്റിയും ലോകത്തില്ല എന്നുള്ളതാണ് ഫങ്ഷണൽ പെർസ്പെക്റ്റീവ്. നോ സൊസൈറ്റി ഈസ് ക്ലാസ്ലെസ് ഓർ അൺസ്ട്രാറ്റിഫൈഡ്. കാരണം അവർ പറയുന്നത് സമൂഹത്തിൽ വിവിധ തരം ഡിഗ്രികളുണ്ട്. ഓരോ ആളുകൾക്കും നൽകപ്പെടുന്ന ഡിഗ്രികൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഈ ഫങ്ഷണൽ ഇൻ്റർപ്രിട്ടേഷൻ ഈസ് എക്സ്പ്ലെയിൻ ദ യൂണിവേഴ്സൽ പ്രസൻസ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ. ഇവർ പറയുന്നത് നമ്മൾ പറഞ്ഞു, സമൂഹത്തിൽ ഒരു ക്ലാസ്ലെസ് ആയ ഒരു സൊസൈറ്റി ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർ പറയുന്നത് ലോകത്തെ ഏത് സമൂഹത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏത് ഭാഗത്തുള്ള ഏത് സിമ്പിൾ സൊസൈറ്റി ആണെങ്കിലും ഏത് സൊസൈറ്റിയെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് യൂണിവേഴ്സൽ പ്രസൻസ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ. അഥവാ സ്ട്രാറ്റിഫിക്കേഷൻ എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഫങ്ഷണൽ മെക്കാനിസത്തിലൂടെ പറയുമ്പോൾ സൊസൈറ്റി ഷുഡ് ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ്സ് മെമ്പേഴ്സ് ഇൻ സോഷ്യൽ പൊസിഷൻ ആൻഡ് എൻകറേജ് ദം ടു പെർഫോം ദ ഡ്യൂട്ടീസ് ഓഫ് സച്ച് പൊസിഷൻ. ഈ ഫങ്ഷണലിസത്തിൻ്റെ പെർസ്പെക്റ്റീവിലൂടെ നോക്കുമ്പോൾ ഇതിൽ പറയുന്നത് സൊസൈറ്റി തന്നെയാണ് അതിൻ്റെ മെമ്പേഴ്സിനെ വിവിധ തരം സ്ട്രാറ്റകളിലേക്ക് ആളുകളെ നിയമിക്കുന്നതും ആ നിയമിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ആ പൊസിഷനനുസരിച്ചുള്ള ഡ്യൂട്ടി നിർവഹിക്കാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് സമൂഹം തന്നെയാണ്.
അപ്പോൾ സമൂഹം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമായാണ് പെർസ്പെക്റ്റീവ് ഫങ്ഷണൽ പെർസ്പെക്റ്റീവ് നമുക്ക് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ സൊസൈറ്റി തന്നെയാണ് ആളുകളെ വിവിധ കാറ്റഗറിയിലേക്ക് ആക്കുന്നതും വിവിധ കാറ്റഗറിയിലെ ആളുകൾ ആ കാറ്റഗറിക്ക് അനുസരിച്ച് ജോലികൾ ചെയ്യിപ്പിക്കുന്നതും സൊസൈറ്റിയാണ് എന്നാണ് ഫങ്ഷണൽ പെർസ്പെക്റ്റീവ്. പ്രധാനമായും ഫങ്ഷണൽ പെർസ്പെക്റ്റീവ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആളുകളാണ് കിങ്സ്റ്റൺ, ദാവിസ് ആൻഡ് വിൽബർട്ട് ഇ. മൂർ. ഓക്കെ, ഒരാണ് പറഞ്ഞത് ദ പോയിന്റ് ഒപ്പീനിയൻ ദ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് scarce and valued social commodities is functioning is necessary for the operation of social institution. ഈ അൺഈക്വൽ ആയിട്ടുള്ള ഈ വാല്യൂകളും പിന്നെ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്കെയർസ് ആൻഡ് വാല്യൂ, ഇത് രണ്ടും എന്താണ് സമൂഹത്തിൽ നിലനിൽക്കണം. കാരണം സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള നീക്കുപോക്കുകൾക്ക് സമൂഹത്തിലെ ഈ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ നിലനിൽക്കണം. ഈ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ വഴിയാണ് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാല്യൂസ് ആൻഡ് വാല്യൂഡ് സോഷ്യൽ കമ്മ്യൂണിറ്റീസ്, ഇതിൻ്റെ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷനാണ് സമൂഹത്തിൽ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ തുല്യതയില്ലാത്ത രൂപത്തിലുള്ള സമൂഹത്തിലെ വിതരണമാണ് സമൂഹത്തിലെ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടായിത്തീർന്നിട്ടുള്ളത്. ഈ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടാവലോട് കൂടെയാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ അതിൻ്റെ പ്രവർത്തനം സുഗമമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന ആശയം. ഇനി പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ദർ ഇസ് നോ സൊസൈറ്റി ആസ് ക്ലാസ്ലെസ് ഓർ അൺസ്ട്രാറ്റിഫൈഡ്. ലോകത്തെ ഒരു സമൂഹവും ക്ലാസ്ലെസ് സൊസൈറ്റി ഇല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അൺസ്ട്രാറ്റിഫൈഡ് ആയ ഒരു സൊസൈറ്റി ഇല്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഏതായാലും ഫങ്ഷണൽ പെർസ്പെക്റ്റീവ് നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ പ്രധാനമായും പഠിക്കണം. ആസ് ടു ടാസ്ക്സ്. ഒന്ന്, ഫസ്റ്റ് വൺ ഈസ് അണ്ടർസ്റ്റാൻഡ് ദ യൂണിവേഴ്സൽ ഫീച്ചേഴ്സ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ. ഒന്ന് സ്ട്രാറ്റിഫിക്കേഷൻ്റെ യൂണിവേഴ്സൽ ഫീച്ചർ എന്താണെന്ന് മനസ്സിലാക്കുക. മറ്റ് സെക്കൻഡ് വൺ ഈസ് അണ്ടർസ്റ്റാൻഡ് ദ വേരിയബിൾ ഫീച്ചേഴ്സ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ. ഒന്ന്, സ്ട്രാറ്റിഫിക്കേഷൻ ലോകത്തിൻ്റെ യൂണിവേഴ്സലാണ് എന്നുള്ളത് കണ്ടെത്തുക, അതിനെക്കുറിച്ച് പഠിക്കുക, ഏതൊക്കെ സമൂഹത്തിൽ ഇതുണ്ട് എന്നുള്ളതും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ഏതൊക്കെ രൂപത്തിലാണ് സ്ട്രാറ്റിഫിക്കേഷൻ ഓരോ സൊസൈറ്റിയിലും സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ച്. ഈ രണ്ട് രൂപത്തിലാണ് ഫങ്ഷണൽ പെർസ്പെക്റ്റീവുകൾ സ്ട്രാറ്റിഫിക്കേഷനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മുന്നോട്ട് വെച്ചിട്ടുള്ളത് പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് യൂണിവേഴ്സാലിറ്റിയും മറ്റൊന്ന് വേരിയബിൾ ഫീച്ചേഴ്സ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ. സ്ട്രാറ്റിഫിക്കേഷനിലെ വിവിധ തരം വേരിയബിൾസ് പല സമൂഹത്തിലും പലതരത്തിലായിരിക്കും സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടായിരിക്കുക. ചില സമൂഹത്തിൽ ചില ജോലികൾ വളരെ ഉയർന്നതും അതേ ജോലികൾ മറ്റൊരു സമൂഹത്തിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ വളരെ താഴ്ന്നതുമായി തീരുന്നു. അപ്പോൾ വേരിയബിൾ ഫീച്ചേഴ്സ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷനാണത്. ഓരോ സ്ട്രാറ്റിഫിക്കേഷനുള്ള വേരിയബിൾസ് സമൂഹത്തിനനുസരിച്ച് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും അവർ പഠിക്കുന്നതാണ്. പിന്നെ the social stratification is a universal phenomenon. The study of universal phenomena of social stratification is involved as one of the major aims of functional interpretation. അപ്പോൾ ഈ സമൂഹം തന്നെയാണ് സമൂഹം തന്നെയാണ് പിന്നെ സൊസൈറ്റിയിലെ മെമ്പേഴ്സിനെ ഓരോരോ പിന്നെ പൊസിഷനിലേക്ക് അയക്കുന്നതും ആ പൊസിഷനിൽ അവർ ഇരിക്കുമ്പോൾ അതിനനുസരിച്ച് ആ പൊസിഷന് യോജിച്ച രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനാണ് അവരെ പിന്നെ പ്രേരിപ്പിക്കുന്നതും അവർ തന്നെയാണ്. ഓക്കെ, ആസ് എ ഫങ്ഷണൽ പെർസൺ എ സൊസൈറ്റി സപ്പോർട്ട്സ് ഇറ്റ്സ് മെമ്പേഴ്സ് വേരിയസ്. അപ്പോൾ സൊസൈറ്റി ഡിസ്ട്രിബ്യൂട്ട്സ് ഇറ്റ്സ് മെമ്പേഴ്സ് വേരിയസ് സോഷ്യൽ പൊസിഷൻസ്. സൊസൈറ്റി തന്നെയാണ് ആളുകളെ വിവിധ പൊസിഷനിലേക്ക് ആക്കുന്നതും ആൻഡ് സൊസൈറ്റി പെർസ്യൂഡ് ദം ടു പെർഫോം ദ ഡ്യൂട്ടീസ് ഓഫ് സച്ച് പൊസിഷൻ. ആ പൊസിഷനിൽ യോജിച്ച രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും അതിനുവേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുന്നതും സൊസൈറ്റി തന്നെയാണ്. ഓക്കെ, സൊസൈറ്റി പെർസ്യൂഡ് ദം ടു പെർഫോം ദ ഡ്യൂട്ടീസ് ഓഫ് സച്ച് പൊസിഷൻസ്. ആ പൊസിഷന് യോജിച്ച രൂപത്തിലുള്ള വർക്കുകൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും ഒക്കെ സൊസൈറ്റി തന്നെയാണ്. നമുക്ക് സോഷ്യൽ ഓർഡർ നമ്മൾ പറഞ്ഞു, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാലും ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ളത് ഡൈനാമിക്കാണ്, അഥവാ മാറ്റങ്ങൾക്ക് വിധേയമാണ്.
Really static in nature, it becomes dynamic when new individual born within a society. സൊസൈറ്റിയിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ അതിലുണ്ടായിരുന്ന നിലവിലെ ആളുകളൊക്കെ മാറും. പുതിയ കുട്ടി അതിനനുസരിച്ചുള്ള പുതിയ കാര്യങ്ങൾ പഠിച്ചെടുത്ത് സമൂഹത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ കോമ്പറ്റേറ്റീവ് സിസ്റ്റം പ്രൊവൈഡ്സ് എ ഗ്രേറ്റ് സിഗ്നിഫിക്കൻസ് ടു ദ മോട്ടിവേഷൻ ഫോർ അച്ചീവിങ് പൊസിഷൻസ്. നമ്മൾ സാധാരണ ജീവിതത്തിൽ കാണുന്ന മത്സരങ്ങളാണ് ആളുകളെ ഒരു ഇന്ന പൊസിഷൻ ലഭിക്കുന്നതിന് വേണ്ടി അതിനുള്ള ഒരു താല്പര്യമുണ്ടാക്കുന്നത് മത്സരങ്ങളാണ്. ഇപ്പോൾ PSC എക്സാമുകളൊക്കെ നമ്മൾ വളരെ പ്രാധാന്യത്തോടെ പഠിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ജോലി അതങ്ങനെ കിട്ടുമ്പോഴാണ് അതിന് ആ പൊസിഷന് നല്ല വാല്യൂ ഉണ്ട്. ഓക്കെ. അപ്പോൾ കോമ്പറ്റേറ്റീവ് സിസ്റ്റം, ഈ മത്സരം എന്നുള്ള ഒരു സിസ്റ്റം പ്രൊവൈഡ്സ് എ ഗ്രേറ്റർ സിഗ്നിഫിക്കൻസ് ടു ദ മോട്ടിവേഷൻ ഫോർ അച്ചീവിങ് പൊസിഷൻ. പൊസിഷൻ നേടിയെടുക്കുന്നതിനുള്ള ഒരു മോട്ടിവേഷനും കൂടിയാണ് മത്സരം എന്നുള്ളത്. എന്നാൽ അതേപോലെ നോൺ കോമ്പറ്റേറ്റീവ് സിസ്റ്റം ഗിവ്സ് എ ഗ്രേറ്റർ റോൾ ഇൻ ദ മോട്ടിവേഷൻ ടു പെർഫോം ദ ഡ്യൂട്ടീസ് ഓഫ് ദ പൊസിഷൻ. എന്നാൽ നോൺ കോമ്പറ്റേറ്റീവായ മേഖലകളുണ്ട്, അതും അതിൻ്റെ ഡ്യൂട്ടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല തരത്തിൽ മോട്ടിവേഷൻ്റെ ഭാഗതയും നിർവഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും സമൂഹത്തിൽ ഓരോരുത്തരും അവനവൻ്റെ പൊസിഷനനുസരിച്ചുള്ള ജോലി ചെയ്യണമെങ്കിൽ ഒരു മോട്ടിവേഷൻ എന്തായാലും ആവശ്യമാണ്. The functional theory induced to explain the universality of social stratification. ഈ ഫങ്ഷണൽ പെർസ്പെക്റ്റീവ് മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യം എന്നുള്ളത് യൂണിവേഴ്സാലിറ്റിയാണ്. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ സമൂഹത്തിൽ എല്ലായിടത്തും കാണാൻ കഴിയുന്ന ഒന്നാണ്. ലോകത്ത് എല്ലായിടത്തും നമുക്ക് സ്ട്രാറ്റിഫിക്കേഷൻ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കൺസിഡർ ദാവിസ് ആൻഡ് വിൽബർട്ട് മോർ ബിഗിൻ. നമ്മൾ പറഞ്ഞു ഇവർ രണ്ടുപേരാണ് തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ. ഏതായാലും ഫങ്ഷണൽ പെർസ്പെക്റ്റീവ് വെച്ചിട്ട് നമ്മൾ ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനമായും നമുക്ക് രണ്ട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഒന്ന് യൂണിവേഴ്സൽ ഫീച്ചേഴ്സ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷനും മറ്റൊന്ന് എക്സ്പ്ലെയിൻ ഇസ് വേരിയബിൾ ഫീച്ചേഴ്സ്. നമ്മൾ രണ്ടും തൊട്ട് മുമ്പ് പറഞ്ഞു. ഒന്ന് സമൂഹത്തിൽ എല്ലായിടത്തും സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനുള്ള കുറിച്ച് പഠനം. പിന്നെ ഉണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഏതൊക്കെ രൂപത്തിലുള്ള വേരിയബിൾ ഫീച്ചേഴ്സാണ് ഏതൊക്കെ രൂപത്തിലുള്ള ഫീച്ചേഴ്സാണ് ഓരോ സമൂഹത്തിലും ഉള്ളത് എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനമാണ് ഈ ഫങ്ഷൻ പെർസ്പെക്റ്റീവ് മുന്നോട്ട് വെക്കുന്നത്. അക്കോർഡിംഗ് ടു കിങ്സ്റ്റൺ എവറി സൊസൈറ്റി മസ്റ്റ് സോൾവ് ദ പ്രോബ്ലം ഓഫ് മോട്ടിവേഷൻ. നമ്മൾ പറഞ്ഞു എന്തായാലും സമൂഹത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു മോട്ടിവേഷൻ നിർബന്ധമാണ്. അപ്പോൾ എല്ലാ സൊസൈറ്റിയും അവരുടെ ഈ മോട്ടിവേഷൻ നിർവഹിക്കുന്നത് പ്രധാനമായും രണ്ട് നിലക്കാണ്. ഒന്ന്, ഇൻസ്റ്റിൽ ഇൻ ദ പ്രോപ്പർ ഇൻഡിവിജ്വൽ ഡിസയർ ടു ഓക്കുപൈ സർട്ടൻ പൊസിഷൻ. ഒരു പ്രോപ്പറായ ഓരോ വ്യക്തികളെയും പ്രോപ്പറായ ജോബ് പൊസിഷൻ തിരഞ്ഞെടുക്കാൻ വേണ്ടി സമൂഹം അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് വിവരം വിദ്യാഭ്യാസമൊക്കെ ഉള്ള നല്ല ബോധമുള്ള ആളുകൾക്ക് എപ്പോഴും മനസ്സിലുണ്ടാകും അവർക്ക് ഉയർന്ന പൊസിഷനിലേക്ക് എത്തണം എന്നുള്ളൊരു ധാരണ അവർക്ക് ഉണ്ടായിത്തീരുന്നു. അപ്പോൾ പ്രോപ്പർ ഇൻഡിവിജ്വൽസിന് അതിനനുസരിച്ചുള്ളൊരു ജോലി നേടിയെടുക്കാനുള്ള ഒരു ഡിസയർ സൊസൈറ്റി ഒരു വ്യക്തിയിലും ഉണ്ടാക്കി തീർക്കുന്നു. മറ്റൊന്ന്, ഇൻ ദീസ് പൊസിഷൻസ് ദ ഡിസയർ ടു പെർഫോം ദ ഡ്യൂട്ടീസ്. അങ്ങനെ അവർ ആ ജോലിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ജോലി ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനും കൂടെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതും സൊസൈറ്റി തന്നെയാണ്. പിന്നെ സൊസൈറ്റി ഡ്യൂട്ടീസ് റിലേറ്റഡ് ടു ഡിഫറെൻറ്റ് പൊസിഷൻസ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ദ സർവൈവൽ. ഇറ്റ് മേക്സ് ദ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് പൊസിഷൻ. അപ്പോൾ സമൂഹത്തിന് മുന്നോട്ടുള്ള പോക്കിന് സമൂഹത്തിലെ ഡിഫറെൻറ്റ് പൊസിഷനുകളും ആ ഡിഫറെൻറ്റ് പൊസിഷനുകൾ വിവിധ സ്ഥാനങ്ങൾക്ക് അനുസരിച്ചുള്ള വിവിധ ജോലികളും നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം സമൂഹം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അക്കോർഡിംഗ് ടു സൊസൈറ്റി മസ്റ്റ് ഹാവ് ബിക്കം. ഇനി നമുക്ക് പറയാനുള്ളത് സമൂഹം എപ്പോഴും ഒരു റിവാർഡ് സമ്മാനങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇറ്റ് ക്യാൻ ഇൻഡ്യൂസ്മെൻറ്റ് ആൻഡ് സം വേ ഓഫ് ഡിസ്ട്രിബ്യൂട്ടിങ് ദീസ് റിവാർഡ് ഡിഫറെൻ്റ്ലി അക്കോർഡിംഗ് ടു പൊസിഷൻ. സമൂഹം എപ്പോഴും ഒരു സമ്മാനങ്ങളെയും മറ്റും ഒക്കെ മുന്നോട്ട് വെക്കുന്നു.
മുന്നോട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ ഈ ഡിഫറെൻറ്റ് പൊസിഷനിലുള്ള ആളുകൾക്ക് ഡിഫറെൻറ്റ് പിന്നെ റിവാർഡുകളാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല റിവാർഡുകൾ കിട്ടുന്നതിന് വേണ്ടി ആളുകൾ പിന്നെ മുന്നോട്ട് വരുന്നു. സൊസൈറ്റി സാറ്റിസ്ഫൈഡ് നമ്മൾ പറഞ്ഞു, സമൂഹത്തിൽ പിന്നെ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടായാലേ സൊസൈറ്റി മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ ഈ ഒരു കാര്യം നിലനിൽക്കുന്നതിന് വേണ്ടി society satisfies the need for a competent discharge of functions by developing a system of unequal rewards. വിവിധ ആളുകൾക്ക്, വിവിധ പൊസിഷനിലുള്ള ആളുകൾക്ക് വിവിധ തരത്തിലുള്ള സമ്മാനങ്ങൾ കൊടുക്കുക വഴി സമൂഹം ഈ ഒരു ഫങ്ഷൻ നിർവഹിക്കുന്നത് അങ്ങനെയാണ്. വിവിധ പൊസിഷനിൽ വരുന്ന ആളുകൾക്ക് വിവിധ അൺഈക്വലായുള്ള റിവാർഡുകൾ കൊടുക്കുക വഴി ആളുകൾ വിവിധ പൊസിഷനിലേക്ക് ആയിത്തീരുന്നു. അതുകൊണ്ട് സമൂഹം ഈ രൂപത്തിൽ ഈ ഒരു മെത്തേഡിനെ ഉപയോഗപ്പെടുത്തും. പ്രധാനമായും എല്ലാ സമൂഹത്തിലും കാണുന്നത് 3 തരത്തിലുള്ള റിവാർഡുകളാണ്. ഒന്ന് എക്കണോമിക് ഇൻസെൻറ്റീവ്, 2 എസ്തെറ്റിക് ഇൻസെൻറ്റീവ്, മറ്റൊന്ന് സിംബോളിക് ഇൻസെൻറ്റീവ്. ഈ 3 കാര്യങ്ങളാണ്. ഒന്നാമത്തത് എക്കണോമിക് ഇൻസെൻറ്റീവ് ഉണ്ടാകുമ്പോൾ നല്ല ജീവിതം നയിക്കാൻ സാധിക്കുന്നു, കംഫർട്ടബിളായി ലൈഫ് ലഭിക്കുന്നു. മറ്റേ എസ്തെറ്റിക് ഇൻസെൻറ്റീവ് ആണ് നമുക്ക് ജീവിതത്തിൽ നല്ല ചിരിക്കളി തമാശകളും എൻജോയ് ഒക്കെ ഉണ്ടായിത്തീരുന്നു. മറ്റൊന്ന് സിംബോളിക് ഇൻസെൻറ്റീവ്, നമുക്ക് സെൽഫ് റെസ്പെക്റ്റ്, ഈഗോ എക്സ്പാൻഷനൊക്കെ ഉണ്ടായിത്തീരുന്നു. ഈ 3 റിവാർഡുകളാണ് പ്രധാനമായും സമൂഹം മുന്നോട്ട് വെക്കുന്ന മോട്ടിവേഷനുകൾ. ഓക്കെ, ഏതായാലും സമൂഹത്തിൽ in social system there are 3 kinds of reward must be distributed unequally and between different persons. എല്ലാ സമൂഹത്തിലും നമ്മൾ പറഞ്ഞ ഈ 3 kinds of reward എല്ലാ സമൂഹത്തിലും അണീക്വലായിട്ട് വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എല്ലാ സമൂഹത്തിലും നിലനിൽക്കുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി വെബറേറിയൻ പെർസ്പെക്റ്റീവിനെ കുറിച്ചും മാർക്സിയൻ പെർസ്പെക്റ്റീവിനെ കുറിച്ചും അടുത്ത വീഡിയോയിലൂടെ നമ്മൾ വിശദീകരിക്കുന്നതാണ്. താങ്ക് യു വെരി മച്ച്.